ദുരാത്മാവ് വിട്ടുപോയ ഒരു മനുഷ്യനെ അതിനേക്കാളും ബലമായ 7 ദുരാത്മാക്കൾ കാത്തിരിക്കുന്നു. കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയേക്കാം. എന്നാൽ വേദപുസ്തകം പറയുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസ് 11:24 മുതൽ 26 വരെ. അവിടെ പറയുന്നു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് വെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ വിശ്രമം തിരഞ്ഞു നടക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ദുരാത്മാക്കൾ, അശുദ്ധാത്മാക്കൾ, ഭൂതാത്മാക്കൾ എല്ലാം വിട്ടുപോകുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അവര് വെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ വിശ്രമം തിരഞ്ഞു നടക്കുന്നു. എവിടെ കയറി ഇരിക്കാമെന്ന് പറഞ്ഞ് അവരിങ്ങനെ നോക്കി നടക്കുന്നു. കണ്ടെത്താതെ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഒന്നും താമസിക്കാൻ പറ്റുന്നില്ല. അവർ ഒരു കാര്യം പറയും, ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് പറയുന്നു. അതായത് ഇത്ര കാലം ഞാൻ താമസിച്ചിരുന്ന ഒരു വീടുണ്ട്, ഇത്രയും ദിവസം ഞാൻ വളരെ സുരക്ഷിതനായിട്ട് താമസിച്ചിരുന്ന ഒരു ഭവനമുണ്ട്, അതാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയം. ഞാൻ അവിടേക്ക് തന്നെ തിരിച്ചു പോകും, ആ മനുഷ്യനിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകും എന്നവർ പറയും. അടുത്ത വാക്യം, അവൻ ചെല്ലുമ്പോൾ, ആ ദുരാത്മാവ് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ആ പഴയ വീട് വളരെ വൃത്തിയാക്കിയും അലങ്കരിച്ചും കാണുന്നു. കൊള്ളാം. നേരത്തെ ദുരാത്മാവ് കയറുന്ന മനുഷ്യൻ്റെ വീട് വളരെ മനോഹരമായി, ആ മനുഷ്യൻ്റെ ഉള്ളിൽ പിന്നെ വേറെ ഒന്നുമില്ല. ദുരാത്മാവ് വിട്ടുപോയിരിക്കുന്നു. എല്ലാം വളരെ മനോഹരമായി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. ശൂന്യമാണ്, ഒഴിഞ്ഞതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? 26-ാം വാക്യം, അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവരികയും അവയും അതിൽ പാർക്കുകയും ചെയ്യുന്നു. നോക്കണേ, ഒരു ദുരാത്മാവ് വിട്ടുപോയി തിരിച്ചു വന്നപ്പോൾ എല്ലാം വൃത്തിയായിട്ട് കിടക്കുന്നു. അങ്ങനെ ആ ദുരാത്മാവ് തിരിച്ചുപോയി തന്നെക്കാളും സ്ട്രോങ് ആയിട്ട് ശക്തിയുള്ള ബലമേറിയ 7 ദുരാത്മാക്കളെ കൂടെ വിളിച്ചു കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ താമസിക്കുവാണ്. നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ അതിനേക്കാളും 7 കൂടെ വന്നു 8 എണ്ണമായിട്ട് കയറി താമസിക്കുവാണ്. അടുത്ത് പറയുന്നു, ആ മനുഷ്യൻ്റെ ഒടുവിലത്തെ സ്ഥിതി മുമ്പിലത്തതിനേക്കാൾ കഷ്ടമായി തീരും. നേരത്തെ ഉണ്ടായതിനേക്കാളും വളരെ ഭീകരമായൊരവസ്ഥയായിരിക്കും പിന്നെ ആ ഒരു മനുഷ്യൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത് പ്രിയമുള്ളവരെ? ദൈവത്തിൻ്റെ വചനം കേട്ടു, ഒരു മനുഷ്യന് വിടുതൽ കിട്ടി, നല്ല കാര്യമാണ്. പക്ഷേ ദൈവത്തെ സ്വീകരിക്കുകയോ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയോ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിനകത്ത് നിറച്ചു വെക്കുകയോ ആ മനുഷ്യൻ ചെയ്തില്ല. ശൂന്യത എന്ന് പറയുന്നത് വളരെ അപകടമാണ്. എപ്പോഴും ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം സംഗ്രഹിച്ചു വയ്ക്കുന്നവരായിരിക്കണം. അതുമാത്രമല്ല, ഒരിക്കൽ വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാം സേഫായി എന്ന് പറഞ്ഞ് ഇരിക്കുവാനല്ല, തുടർച്ചയായിട്ട് ജാഗ്രതയോടുകൂടെ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ വിട്ടുപോയ ദുരാത്മാവ് തിരിച്ച് 7 എണ്ണത്തിനെയും കൂടെ വിളിച്ചു കൊണ്ടുവന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയിരിക്കുവാൻ സാധ്യതയുണ്ട്.